അപ്പം പിന്നെ ഞാൻ വ്ളോഗ് ചെയ്യാൻ നിന്നില്ല. ഞാൻ അഭിച്ചേട്ടൻ്റെ മൂഡ് ഓഫ് ആയിരുന്നു, ഞാനും മൂഡ് ഓഫ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ കേളി ഹെയർ ആകുമ്പോൾ നോ കോം ഹെയർ സ്റ്റൈലാണ് ഗൈസ് നല്ലത്. ഗൈസ് ട്രെയിൻ പോകുന്നു ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ 2 കല്യാണം ഉണ്ട് കേട്ടോ. പിന്നെ പിള്ളേരെ വെക്കേഷൻ നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് വ്ളോഗ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്ളോഗ് ചെയ്ത് വീഡിയോ ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. പക്ഷേ ഡെയിലി വ്ളോഗൊക്കെ എന്തോ പ്രശ്നമുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്, നമുക്കൊക്കെ ക്ലിയർ ആക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലോട്ട് ഏവർക്കും മുന്നേ ഞാൻ ഇൻട്രോ പറഞ്ഞൂല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താ നടക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് നേരെ കല്യാണത്തിന് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പോണേ ക്ലാസ്സിലേക്ക്. ഞാൻ ക്ലാസ്സിലേക്ക് ഇങ്ങനെ വലിയ കമ്മലൊന്നും തൊട്ടിട്ട് പോകാറില്ല. അപ്പോൾ ഒരുങ്ങി പോകാമെന്ന് കരുതി. കാരണം പിന്നെ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഷഞ്ജുനാൻ എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സിലത്തെ പറ്റണ പോലെ ഞാൻ വ്ളോഗ് എടുക്കാം. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. അങ്ങനെയല്ല, എൻ്റെ കാര്യത്തിലല്ല, മറ്റുള്ളവരൊരു പ്രൈവസീനെ മാനിക്കണ്ടേ, ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ എന്തായാലും ട്രൈപോഡ് കൈ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് പോകാട്ടോ. വാച്ച്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. അവിടെ നനഞ്ഞ് തുറത്തെടുക്കണ്ട കേട്ടാ, നെവർ മൈൻഡ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഓണത്തിന് വാങ്ങിച്ചൊരു ഡ്രസ്സിലുള്ളത്. അത് ഞാൻ അധികം ഇടാറില്ല. അപ്പോൾ ഇന്ന് കല്യാണം ആയതുകൊണ്ട് ഇന്ന് ഇതിടാമെന്ന് കരുതി വാച്ചൊക്കെ ഇട്ടു. വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നുമില്ല. കമ്മലിട്ടപ്പോൾ തന്നെ വലിയൊരു മാറ്റമല്ലേ. അപ്പോൾ നമുക്ക് പോവാട്ടാ ഗൈസ്. ഇപ്പം ഇന്ന് വലിയ കാര്യത്തിൽ ഞാൻ വ്ളോഗ് ചെയ്യാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്, പക്ഷെ എടുത്തില്ല. അവിടെ പോയപ്പോൾ വർക്ക് ചെയ്യാണ്ടായിരുന്നു, അത് ചെയ്യാനിരുന്നു. പിന്നെ ഞങ്ങൾ മറ്റേ കല്യാണത്തിന് പോയി. ഞാൻ ലേറ്റായി, ചേട്ടൻ ചെറിയ അലമ്പിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ഛൻ 12:30 എത്താമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 12:20 ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കി. പക്ഷെ നല്ല ബ്ലോക്കായിരുന്നു. 12:45 കഴിഞ്ഞ് എത്തിയപ്പോൾ. അപ്പോൾ അഭിച്ചേട്ടന് ദേഷ്യം വന്നു ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ വ്ളോഗ് ചെയ്യാൻ നിന്നില്ല. ഞാൻ അഭിച്ചേട്ടൻ്റെ മൂഡ് ഓഫ് ആയിരുന്നു, ഞാനും മൂഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലത്തെ ഉള്ള ഒരു അനിച്ചേട്ടൻ്റെയും സിനി ചേച്ചിയുടെയും മോൻ്റെ അവൻ്റെ പേരുന്നുണ്ട് ധനിൽ. അപ്പോൾ അവൻ്റെ കല്യാണമാണ് കേട്ടോ, റിസപ്ഷൻ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ തലേദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ കല്യാണത്തിന് പോകണം. ആദ്യം ട്യൂഷന് പോയേക്കാം. നാളെ സോഷ്യലാണ്, എനിക്ക് നാളെ മലയാളമാണ് എക്സാം. അപ്പം ഞങ്ങൾ പോവാൻ നിൽക്കാം. നാളത്തോടു കൂടി സ്കൂൾ പൂട്ടും ഗൈസ്. നാളെ 23, ഇന്ന് 22. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്സ് കാണിച്ചു തരാം ഗൈസ്. ഇത് കണ്ട് മടുത്തുണ്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്? ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ഈ കളർ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് ഗൈസ്. എപ്പടി ഒന്നും കാണിക്കാനില്ല. അപ്പൊ ഇതൊക്കെ കാണിക്കുക. ശിവാദിയുടെ കാര്യം ആലോചിച്ചപ്പോൾ ടെൻഷനായി. അവനോട് ഞാൻ സോഷ്യൽ കുറച്ച് നാൾ മുന്നൊക്കെ ചോദിച്ചപ്പോൾ തപ്പിട്ട് അതിൽ പഠിച്ചോ പറഞ്ഞോളന്നു. ഇപ്പൊ ചോദിച്ചപ്പോൾ കിട്ടണേ. അവൻ ഇന്നലെ പഠിച്ചത് തന്നെ ഓർമ്മയില്ല. അപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ഓർമ്മയുണ്ടാവണം. എന്താണ് അവ കിട്ടണില്ല എന്ന് ചേച്ചി പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി പോയി പ്ലീസ്. നീ വന്നിട്ട് ഗുസ്തി പിടിക്കണം അവൻ്റെ അടുത്ത്. അപ്പൊ വേഗം വരാം. അതിന് അച്ഛൻ വന്നിട്ടില്ലല്ലോ. അതെ അച്ഛൻ വന്നിട്ടില്ല. എനിക്ക് നാളെ ഉച്ചയ്ക്കാണ് എക്സാം. ഉച്ച വരെ ഞാൻ നാളെ വീട്ടിലുണ്ട് ഗൈസ്. എനിക്ക് കേളി ഹെയർ ചേരുന്നുണ്ട്. ഇപ്പം ഞാൻ ഹെയർ കോംബ് ചെയ്യാണ്ടുള്ള എൻ്റെ മുടിയുടെ സിറ്റുവേഷനാണിത്. എങ്ങനെയുണ്ട്? എനിക്ക് കാണാനില്ലല്ലോ എൻ്റെ മുടിയുടെ ബാക്ക്. ഇതിപ്പോൾ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാമല്ലോ. എടുക്കുന്നുണ്ടാ വൃത്തിയിൽ? ഞാൻ കേളി എൻ്റെ മുടി കേളിയാണ്, പക്ഷേ ഉണ്ടല്ലോ അതിൻ്റെ പ്രൊഡക്ട്സിനൊക്കെ ഭയങ്കര പൈസയാണ്. കേളപ്പല്ലേ? കുറേ അതിൽ ജെല്ല് യൂസ് ചെയ്യണം, സിറം, അങ്ങനെ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അത് യൂസ് ചെയ്യാൻ ഇല്ല, അതുകൊണ്ട് മേടിച്ചിട്ട്. അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോവാം. ഇന്നത്തെ കല്യാണം നല്ല ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ.
ഇവിടുത്തെ ആമിയുടെ വേറൊരു ആമിയുടെ അഭിരാമിയുടെ കല്യാണമായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായി എത്താൻ, ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ചെക്കനും പെണ്ണിന് വീഡിയോ അവരെ ഇറങ്ങാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല. പക്ഷെ നല്ല ഫുഡായിരുന്നു, കുറേ പായസം ഉണ്ടായിരുന്നു. അപ്പം അത്ര തന്നെ, വായ പോവാം. അച്ഛനോട് ചോദിച്ചോക്കണം എവിടെ എത്തിയെന്ന്. ചോദിക്കാം എവിടെ എത്തിയെന്ന്. അപ്പോൾ അവനി അവിടെ കല്യാണത്തിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ് ആദിയുടെ ഒരു സെക്കൻഡ് ഇൻട്രൊഡക്ഷനും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അബ്ചേട്ടനെ കാത്തിരുന്ന് ഞങ്ങൾ റൂട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ വഴിയിൽ വെച്ചിട്ട് അബ്ചേട്ടനെ കാണുമ്പോൾ കൈ കാട്ടി നിർത്തിയിട്ട് കയറാന്നൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷെ ഞങ്ങൾ ആ കൈ കാട്ടിയിട്ട് അബ്ചേട്ടൻ ഞങ്ങൾ കണ്ടില്ല ഗൈസ്. എന്നിട്ട് ഞങ്ങൾ അബ്ചേട്ടനെ ഫോണിൽ വിളിച്ച് അബ്ചേട്ടൻ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വന്ന് ഞങ്ങൾ പള്ളിയിലേക്ക് പോയിട്ടോ. പള്ളിയുടെ ഹാളിലായിരുന്നു, തൊട്ടടുത്താണ്, നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ. പക്ഷെ ഒരുമിച്ച് പോകാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ കാറിലൊക്കെ കയറി നേരെ വന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. കാരണം ലേറ്റായി ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തുമ്പോഴേക്കും ഒരു ഇതെല്ലാവരുടെയും ഫുഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് നോയമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും ഞങ്ങളുടെ തോറ്റമ്പാട്ടിൻ്റെ. അതിൽ കുറേ പേര് മുന്നേ 41 ദിവസത്തെ വെറുതെ ഉള്ളവർക്കൊന്നും ഇതൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അവരൊക്കെ സാലഡും പിന്നെ വെജിൻ്റെ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാകുന്നതൊക്കെ കഴിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞത് ചെക്കനും പെണ്ണിനും കൂടെ ഫോട്ടോ എടുക്കാൻ കയറാൻ പോകട്ടോ. ഇതെൻ്റെ പാപ്പനാണ്. പാപ്പൻ്റെ ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ എല്ലാവരുടെയും ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു എല്ലാവരുടെയും കല്യാണങ്ങളും കാണാം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ പുതിയ നല്ല അപ്ഡേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമുക്ക്. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ കയറി ഞങ്ങൾ ശശിയേട്ടനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് സാധാരണ നമ്മൾ പറയുന്ന പോലെ വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞു. പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ഇതിലേക്ക് ബന്ധപ്പെടേണ്ടത്. എന്നാലും എന്താ പറയുക, വിഷ് ചെയ്തു. ഞങ്ങൾ ഫോട്ടോസ് കൊടുത്തു കേട്ടോ. നിമ്മി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല, ചേച്ചിക്ക് ട്യൂഷൻ്റെ ടൈമായിരുന്നു. അതുകൊണ്ട് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് നേരത്തെ വിളിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. 7:30 അവൻ്റെ ട്യൂഷൻ കഴിയുക. പക്ഷെ ഞാൻ അവന് കുറച്ച് നേരത്തെ അവിടെ നിന്ന് പോയിട്ട് എടുത്ത് കൊണ്ടുവന്നതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ അതിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കന്ന് ക്ലാസ്സുള്ള ദിവസമായിരുന്നു. പിന്നെ വേറൊരു കല്യാണങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഈ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്. അപ്പോൾ അതിന് പോയതുകൊണ്ട് ഞാൻ എന്തായാലും നമ്മൾ റിസപ്ഷൻ എല്ലാവരും കൂടെ വരാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം കൂടെ വിളിച്ച് കൊണ്ടുവന്നത്. അങ്ങനെ പിന്നെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അവർ പറയില്ലേ വർത്താനം പറഞ്ഞ് നിൽക്കുന്നത്. ആ സമയത്തേക്ക് നമ്മളെല്ലാ വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെയാണ് അവർ പറയാം ഫോട്ടോ ഇനി എന്തെങ്കിലും പറയാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് അഭിനയിച്ച് പിന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ കല്യാണം ഉണ്ടായിരുന്നു, അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനൊക്കെ കണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡ് കഴിച്ചത്. നിങ്ങളതിൽ കണ്ടിട്ടുണ്ടാവും ആമീരും അച്ഛനും കൂടെ ഒരുമിച്ച് ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ കല്യാണത്തിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് വേറൊരു കല്യാണം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. അത് പാലക്കാടാണ്, കൊളപ്പുള്ളി ഇല്ലേ, നമ്മുടെ കൊളപ്പുള്ളി അപ്പൻ മറ്റേ ഫിലിമിലൊക്കെ ഉള്ളത് ആ സ്ഥലത്തായിരുന്നു കേട്ടോ കല്യാണം. അപ്പോൾ അത് പോകാനുള്ള പ്ലാനിങ് ഭയങ്കര നീണ്ട ഡിസ്കഷൻ്റെ ശേഷമാണ് അത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പോണോ പോണ്ടേ, ആരൊക്കെ പോകണം. എന്നിട്ട് തലേ ദിവസമാണ് കേട്ടോ ഇതിൻ്റെ പ്ലാനിങ് ഒക്കെ ചെയ്തത്. ഞാൻ പറഞ്ഞു എനിക്ക് കാറ് തന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ബസ്സിൽ പോകാമെന്നായി. എനിക്ക് ആകെ മാറി മറിഞ്ഞ് ലാസ്റ്റ് അബ്ചേട്ടനും കൂടെ വരാമെന്ന് നടന്നു കേട്ടോ. കാരണം 24-ാം തീയതി ആയിരുന്നു ഈ കല്യാണം, ക്രിസ്മസിൻ്റെ തലേ ദിവസമായിരുന്നു. അപ്പോൾ അബ്ചേട്ടൻ ഒരു വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു ഒരു പെൻഡിങ് ആയി നിന്നത്. പിന്നെ ലാസ്റ്റ് ആ വർക്ക് മാറ്റി വെക്കുകയെന്തോ ചെയ്തപ്പോൾ പിന്നെ അബ്ചേട്ടൻ വന്നു കേട്ടോ. പിന്നെ നമുക്ക് ഷോപ്പ് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും നമ്മുടെ സ്റ്റാഫിനൊക്കെ പിന്നെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ളതല്ലേ വീട്ടില്. അങ്ങനെ സാരി തുന്നിയത് ശരിയായില്ല. സാരി ഇതൊക്കെ മാറ്റും. ആ സാരിയുടെ എൻഡിൽ ഒരു ലൈനിലുള്ള ഒരു തുണി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അതെടുത്ത് വന്നപ്പോൾ ആ ഭാഗം കുറേ കാണുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഫോക്കസ് ഇവിടേക്ക് ഇനി തുന്നി പോകണം. ഇത്രയാളുണ്ട്. ഇനി തുന്നി വലിയൊരു മാച്ചാക്കണം എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിഗമനം. എത്ര നേരത്തെ ആവാൻ നോക്കിയാലും കല്യാണത്തിന് ഇങ്ങനത്തെ ഫങ്ഷൻസിനൊക്കെ റെഡി ആകുമ്പോൾ എപ്പോഴും ലേറ്റാണ് കേട്ടോ. ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ സാരിയും കൂടെ ഉടുത്ത സാരി എല്ലാം പിന്നൊക്കെ കുത്തി സെക്യൂർ ചെയ്ത സാരി ആദ്യം തൊട്ട് കൊടുക്കണം എന്ന് പറയുമ്പോഴത്തെ ഒരു അവസ്ഥ എനിക്കാണെങ്കിൽ അത് സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം ഞാനത് നമ്മൾ ബാക്കിൽ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഞാനത് മറന്നുപോയായിരുന്നു. കാരണം ഈ സാരിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഞാനത് മറന്നുപോയായിരുന്നു. സാമി പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനത് കണ്ടത്. അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിക്കുകയില്ലായിരുന്നു.
അങ്ങനെ പിന്നെ ആമി മാല കിട്ടുന്ന ആമി വരുന്നില്ല കേട്ടോ. ആമിക്ക് ഇവിടെ കൂളിവാക നൃത്തം ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു, നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആമി വന്നിട്ടുണ്ടായിരുന്നില്ല കല്യാണത്തിന്. അപ്പോൾ ആമീനെ ഞാൻ വീട്ടിലാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അഭിചേട്ടനെ ഹയാത്തിന് അഭിചേട്ടൻ BNIയുടെ മീറ്റിങ്ങുള്ള ദിവസമായിരുന്നു. അപ്പോൾ അഭിചേട്ടൻ അവിടെ പോയിട്ട് പിക്ക് ചെയ്യാൻ വേണമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വട്ടം ചുറ്റിയിട്ട് വേണം പോകാൻ. അപ്പോൾ അഭിചേട്ടൻ്റെ അമ്മയും കുഞ്ഞും പിന്നെ മാമിയും ഉണ്ടായിരുന്നു, ഗീത മാമിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പിക്ക് ചെയ്തിട്ട് വേണം കേട്ടോ പോകാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഞാൻ പോണേൻ്റെ കാര്യത്തിലല്ല, ലേറ്റ് ആവുന്നുള്ള കാര്യത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ആമി കമ്മലൊക്കെ ഇടാൻ നിന്നത് എനിക്ക് കാതൊക്കെ വേദന എടുത്ത് ഞങ്ങൾ പിന്നെ എങ്ങനെയൊക്കെയോ വേഗം ഒരു 9:30 ഇറങ്ങേണ്ടത് ഒരു 9:45 ഉണ്ടായിരുന്നു. എന്നാലും ആ സമയത്തേക്ക് ഇറങ്ങിട്ടോ. No comb hairstyle. അതെ ഗൈസ്, നോ കോം ഹെയർ സ്റ്റൈൽ. എൻ്റെ കേളി ഹെയറിന് ഇപ്പം ഞാൻ കൂടുതൽ ട്രൈ ചെയ്തത് ഇങ്ങനെയാണ് കേട്ടോ. മുടിയിൽ ചീർപ്പ് കൊണ്ട് കഴിഞ്ഞാൽ മുടി അങ്ങനെ അങ്ങോട്ട് പൊന്തും, ഭയങ്കര ഫ്രിസി ആയിട്ട്. ഇപ്പം പറയണ്ടല്ലോ, കാറ്റുകാലല്ലേ, മുടി അങ്ങോട്ട് പറന്നിങ്ങനെ പൊട്ടിപ്പോവാണ്. അപ്പോൾ കേളി മെത്തേഡ് എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ. പക്ഷേ എൻ്റെ പ്രൊഡക്ട്സിനൊക്കെ ഇച്ചിരി പൈസ കൂടുതലായതുകൊണ്ട് ഞാൻ ഷാമ്പു കണ്ടീഷണർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ മാക്സിമം നമ്മൾ കോമ്പ് യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ആ കേൾസ് കുറച്ചും കൂടി ഡിഫൈനായിട്ട് കിടക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണത്തേനേക്കാൾ എൻ്റെ ആ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം ചീർപ്പൊന്നും യൂസ് ചെയ്യാണ്ടാണ് ഇപ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ നോക്കാറ്. അപ്പോൾ പിന്നെ എനിക്ക് അധികം ഹെയർ സ്റ്റൈലൊന്നും എൻ്റെ ഹെയറിന് പറ്റില്ല. നമ്മളിപ്പോൾ സ്ട്രെയിറ്റൻ ഹെയർ ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കൊക്കെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് ഈ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ. അതെങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തോ. എനിക്ക് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മുടി സ്ട്രെയിറ്റ് ചെയ്യി ഭംഗിയുണ്ടാവും എന്നൊക്കെ. പക്ഷേ എൻ്റെ മുഖത്തിന് എനിക്ക് ഇത് ചേരുന്ന കേട്ടോ. മുടി ഈരുണ്ടെങ്കിൽ തന്നെ പകുതി സമയം നമുക്ക് അവിടെ ഒഴിവായി. മാത്രമല്ല നമ്മളിപ്പോൾ സ്ട്രെയിറ്റനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്ക് അത്രയും സമയം വേണ്ടേ. ഹെയർ സ്റ്റൈലൊക്കെ എൻ്റെ പെട്ടെന്ന് കഴിയും കേട്ടോ, കാരണം ഇങ്ങനത്തെ ഇതായതുകൊണ്ട് നമുക്ക് അധികം സമയം വേണ്ട. പിന്നെ എൻ്റെ ഒരു സിന്ദൂരം ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് സിന്ദൂരം ഭയങ്കര അലർജിയാണ് കേട്ടോ. എനിക്ക് അവിടുത്തെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോവുക, പിന്നെ സ്കിന്നൊക്കെ ഭയങ്കര മിനുസുള്ള പോലത്തെ ഒരു സ്കിന്നാവുക. അത് ചില സിന്ദൂരത്തിൻ്റെ അലർജിയാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മറ്റേ ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അതാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഹെൽമെറ്റൊക്കെ വെക്കുമ്പോൾ ഒക്കെ പരന്ന് ഇങ്ങോട്ട് ഒലിച്ച് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യാറ്. പിന്നെ പൊട്ടിൻ്റെ കൺഫ്യൂഷനായിരുന്നു. ഗോപി പൊട്ട് ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോപി പൊട്ട് തൊടാനായിട്ട്. പക്ഷേ ഇതിനെന്തോ ചേരാത്ത പോലെ എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വട്ടപ്പൊട്ട് തൊട്ടു, വീണ്ടും ഗോപി പൊട്ട് തൊട്ട് നോക്കി. അങ്ങനെ ഞാൻ റൗണ്ട് പൊട്ടിൽ തന്നെ ലാസ്റ്റ് തീരുമാനം ഉറപ്പിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് വിട്ടു. നേരെ ആമീനെ അവിടെ ഇറക്കി കൊടുത്തിട്ട് എൻ്റെ വീട്ടിൽ ഇറക്കി കൊടുത്തിട്ട് വേണം കേട്ടോ രാഗിണിയമ്മേനെ വിളിക്കാൻ പോകാനായിട്ട്. അപ്പോൾ സാരിയൊക്കെ വന്നിട്ട് മാറ്റി അതിൻ്റെ ഇടയിൽ ഉടുത്തായിരുന്നു. പിന്നെ ഈ മാല എങ്ങനെയുണ്ട്, ഞാൻ സൃഷ്ടി ജ്വല്ലസിലെ അവരുടെ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാലയാണ് കേട്ടോ. അന്നതിന് 800 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് പോലും ഭയങ്കര വേർത്താണ് കേട്ടോ ഈ എമൗണ്ടിന് ഈ മാല. കാരണം നല്ല ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് ലുക്ക് ലൈക്ക് എന്ന് തന്നെ പറയാം. അങ്ങോട്ടും ഇല്ല ഗോൾഡിൻ്റെ കളർ കൂടുതൽ, അങ്ങനത്തെ പക്ക നല്ല നല്ല മാലയാണ് കേട്ടോ. നമുക്ക് ഒരു ഇതെല്ലാ ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ആയി പോകും. കുറച്ച് ഗ്രാൻഡാണ്. കല്യാണത്തിനൊക്കെ ആണെങ്കിൽ പക്ക പെർഫെക്റ്റ് ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു മാല. ഇപ്പോഴും ഒരു പേജിൽ ബെസ്റ്റ് സെല്ലറായിട്ട് പോകുന്നൊരു മാല തന്നെയാണ് കേട്ടോ. കണ്ടോ പൊട്ടതിൻ്റെ ഇടയിൽ മാറ്റി എനിക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല ഗൈസ്. എല്ലാം കഴിഞ്ഞാൽ പൊട്ടിൻ്റെ കാര്യത്തിലാണ് കേട്ടോ ഈ ആലോചിച്ച് പിടിച്ച് നിൽക്കണം. പിന്നെ അതിന് വേണ്ടി വേറെ സമയമല്ല, സാരി കുത്തണേൻ്റെ ഇടയിലാണ് കേട്ടോ ഈ നോക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ റെഡിയായി ഗൈസ്. എങ്ങനെയുണ്ട്, കുപ്പിവെള്ളം ഇട്ടാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഈ സാരിക്ക് കുപ്പിവെള്ളം ചേരില്ല എന്ന് തോന്നി, കുപ്പിവെള്ളം ഇട്ടില്ല. അങ്ങനെ പിന്നെ എല്ലാവരും പിടിച്ച് കാറിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. പിന്നെ ഞാനാണ് ഹയാത്ത് വരെയുള്ള ഡ്രൈവർ. പിന്നെയുള്ള റോഡൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ ആലോചിച്ച് പിടിച്ച് വരുന്നേക്കാളും നല്ലത് പിന്നെ അത് അബ്ചേട്ടൻ ഓടിക്കല്ലേ നല്ലത്. അപ്പോൾ ഹയാത്ത് വരെ ഞാൻ ഓടിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അബ്ചേട്ടനെ കൊണ്ടാണ് കേട്ടോ ഞാൻ ഓടിപ്പിച്ചത്. കാരണം എനിക്ക് ആ റൂട്ട് നമുക്കറിയില്ല. ചേട്ടനാകുമ്പോൾ ഇപ്പോൾ ഈ സെയിൽസിനും നമുക്കിപ്പോൾ ഡോറിൻ്റെ ഷോപ്പ് ആയതുകൊണ്ട് പല സൈറ്റിലേക്ക് പോകാനായിട്ട് പല ഊടുവഴികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അബ്ചേട്ടൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അബ്ചേട്ടൻ ഇപ്പോൾ അങ്ങനത്തെ വഴികളൊക്കെ കുറേ അറിയാം കേട്ടോ. ഇപ്പോൾ പലരും വഴി പറയുമ്പോൾ തന്നെ അബ്ചേട്ടൻ അത് പെട്ടെന്ന് ക്ലിക്കാവും. ഇപ്പോൾ അതിപ്പോൾ പോയി റൂട്ടിൽ പോയിട്ടാണോ അങ്ങനത്തെ ഒരു പരിചയം വന്നേക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുഞ്ഞു വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഭക്തിഗാനങ്ങളാണ്. നമ്മുടെ മുത്തപ്പൻ്റെയും കളംപാട്ടുകളും ഒക്കെയാണ് കേട്ടോ കുഞ്ഞു വയ്ക്കുക. വിഷ്ണു
കുമാരസ്വാമിയുടെ പാട്ട് അങ്ങനത്തെ പാട്ടുകളൊക്കെ വെക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ പാട്ടൊക്കെ വെച്ച് ഞങ്ങളിതേ കയറി ഹയാത്തിൽ കയറിയിട്ട് പിന്നെ അഭിചേട്ടൻ അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ നിന്ന് വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യാനോട്ട് ചെയ്തത്. ഭാഗ്യത്തിന് ആ കല്യാണം അന്ന് ലേറ്റ് ആയിട്ടായിരുന്നു. കാരണം കെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓഡിറ്റോറിയത്തിലേക്കുള്ള ടൈം എനിക്ക് തോന്നുന്നു 11:30-12 മണി തൊട്ടിട്ടാണ് ആ ഫംഗ്ഷൻ തുടങ്ങണേ. അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് ടൈമിനാണ് കേട്ടോ അവിടെ എത്തിയത്. ചെക്കൻ്റെ വീട്ടുകാർ അവിടെ എത്തി, അവരെ വെൽക്കം ചെയ്യുന്ന സമയത്തേക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കല്യാണത്തിന് പോയില്ലെങ്കിൽ എനിക്ക് കല്യാണം ഭയങ്കരമായിട്ട് മിസ്സായനേട്ടാ. കാരണം നല്ല ആംബിയൻസ് ഉള്ളൊരു കല്യാണം, ഞാൻ എൻ്റെ ലൈഫിൽ ഇത്ര ആംബിയൻസ് ഉള്ളൊരു കല്യാണം അറ്റൻഡ് ചെയ്തിട്ടില്ല തന്നെ പറയും. നല്ലൊരു ഫോറസ്റ്റ് പോലെ നമ്മളൊരു കാടിനുള്ളിൽ കയറി പോകുന്നൊരു പ്രതീതിയാണ്. നല്ല പച്ചപ്പും പിന്നെ അവർ ആ റോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ഓഡിറ്റോറിയം കാണാൻ. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പം ഞങ്ങൾ സ്വർണ്ണത്തിൻ്റെ വില കയറിയ കാര്യമൊക്കെയാണ് കേട്ടോ ചർച്ച ചെയ്ത് വരുന്നത്. എൻ്റെ മേമ ഇങ്ങനത്തെ ഒരു മാല എടുക്കാൻ എത്ര രൂപ വരും എന്നൊക്കെയാണ് ഞാനും ചോദിക്കുന്നത്. അപ്പോൾ കാരണം ഇപ്പോൾ ഒരു പവന് 1 lakhന് മുകളിലേക്ക് പോയിട്ടുണ്ടല്ലോ. അപ്പം ഇങ്ങനത്തെ ഒരു മാലയൊക്കെ എടുത്ത് വരുമ്പോൾ എത്ര പൈസ വരും എന്നൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യണേ. പിന്നെ പോണ വഴിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പോണ വഴിയിലത്തെ കാഴ്ചകളാണ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ പൂവൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ എവിടെ നിന്ന് വടക്കഞ്ചേരി ഇവിടെ എത്തിയപ്പോൾ ഒരു കടയിൽ നിർത്തിയൊരു പൂവ് മേടിച്ചു. പക്ഷെ വലിയ ചന്തമുള്ള പൂവൊന്നുമല്ല കേട്ടായിരുന്നു. ഇപ്പോൾ മുല്ലപ്പൂവിൻ്റെ സീസൺ അല്ലാന്ന് തോന്നുന്നു. ഭയങ്കര ഉണങ്ങിയ മുട്ടായിരുന്നു, ഒട്ടും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അമ്മയ്ക്കൊക്കെ വേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ പാലുണ്ടല്ലോ, ഭാരതപ്പുഴ പാലം, ഞാൻ കുഞ്ഞുവിൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞുവിൻ്റെ അടിയിൽ ഭാരതപ്പുഴയാണ് ഒഴുകുന്നത്, മഴക്കാലം ആകുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം വരുന്നൊക്കെ. ഒരു സമയത്ത് ഇതൊക്കെ ബ്ലോക്കായിരുന്നല്ലോ. അപ്പം ഞാൻ അതൊക്കെ പറയാണ് കേട്ടോ കുഞ്ഞുവിൻ്റെ അടുത്ത്. ഇതാണ് അപ്പം അപ്പുറത്തുള്ള അത് കൂടെ ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ അത് കൂടെ ട്രെയിൻ പോണൊരു സീനറി എനിക്ക് കിട്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ എത്തി. ചെക്കനൊക്കെ വെൽക്കം ചെയ്യാണ്. ചെക്കനൊക്കെ വെൽക്കം ചെയ്ത് കേച്ചനോട് കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയത്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അവിടെയൊക്കെ ഉണ്ടല്ലോ പഴയ ഗ്രാമഫോണും പഴയ ഫോൺ, ടൈപ്പ് റൈറ്റർ, അങ്ങനെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടുത്തെ ഒരു എന്താ പറയുക, ഹോട്ടൽ സെറ്റപ്പിലിരുന്ന് സദ്യ കഴിക്കാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ നല്ല രസം തോന്നിയിട്ടു എനിക്ക്. നല്ല നീറ്റായി, നല്ല പെർഫെക്റ്റ് ആയിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ആംബിയൻസിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അതൊരു ഫീൽ തന്നെയല്ലേ. അത് മറ്റേത് മോശമാണെന്നല്ല കേട്ടോ, ഒരു പ്രത്യേക ഫീലായിരുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഞാനിങ്ങനെ ചുറ്റും ഒരു കവർ റൗണ്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അതുപോലെ നമ്മുടെ തേപ്പ് പെട്ടിയില്ലേ പഴയ, അങ്ങനത്തെയൊക്കെ കുറേ ട്രഡീഷണൽ സാധനങ്ങളൊക്കെ കുറേ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. അത് അവർ അതിന് വേണ്ടി ഉണ്ടാക്കിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തോ ഒരു ചന്തണ്ടായിരുന്നു അവിടെ മൊത്തത്തിൽ. അങ്ങനെ പിന്നെ നല്ല സദ്യയായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല നീളമുള്ള ഇലയായിരുന്നു. അപ്പച്ചേട്ടൻ പറയുന്നതാണ് നല്ല വലിപ്പമുള്ള ഇലയാണല്ലേ എന്നൊക്കെ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടുന്ന് പോന്നു കേട്ടോ. കാരണം വിശക്കുന്നുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം സമയമായിട്ടുണ്ടല്ലോ, 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ വിസ്തരിച്ച് സദ്യയൊക്കെ കഴിച്ച് ഇപ്പോൾ അടുപ്പിച്ച് 2 ദിവസം തന്നെ സദ്യ കഴിച്ചു കേട്ടോ. കല്യാണത്തിനൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല ഹെവി ആയിട്ട് തന്നെ പായസവും ഒക്കെ കൂടെ ചെല്ലല്ലേ.
പാൽപ്പായസം, പരിപ്പ് പായസം, അങ്ങനെ എല്ലാം ട്രൈ ചെയ്തതിൻ്റെ അടുത്തും സിന്ധുച്ചിയുടെ അടുത്തും അമ്മായിയുടെ അടുത്തും പിള്ളേരുടെ അടുത്തൊക്കെ വർത്താനം പറയാൻ വന്നു. ഞങ്ങൾ അത്യാവശ്യം അവിടെ നടന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പിന്നെ വീണ്ടും ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയത്. ഗൈസ് ഗൈസ് അങ്ങനെ നല്ലൊരു കല്യാണം കൂടി നല്ലൊരു സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. കാരണം അത്യാവശ്യം സമയം എടുക്കും ഇങ്ങോട്ടുള്ള യാത്ര, 1 മണിക്കൂറിൻ്റെ അടുത്തുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കൊണ്ട് ട്രെയിൻ പോകണം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കാറിൽ ചാർജ് ചെയ്യണം. ഞങ്ങളുടെ കാറ് കുറച്ചധികം ദൂരം പോകുന്ന കഴിഞ്ഞാൽ ചാർജ് ഡൗൺ ആവും. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഫുൾ ചാർജ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ചാർജിങ് സ്റ്റേഷനിൽ എത്തിയിട്ട് കാർ ചാർജ് ചെയ്യാനിട്ടു. അത് ഞങ്ങൾക്ക് ലാഭമായിട്ടോ. കാരണം അവിടെ എത്തുന്നതിന് മുന്നേ ഉപ്പുമാങ്ങ അതുപോലെ ഉപ്പിലിട്ട കുറേ ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പ് കണ്ടായിരുന്നു. നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അപ്പച്ചേൻ്റെ അടുത്ത്, അപ്പച്ചേൻ്റെ കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ചാർജിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചേട്ട അതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കുഞ്ഞും കൂടെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അപ്പച്ചേട്ടൻ പിന്നാലെ വന്നു കേട്ടോ. വെയിലായതുകൊണ്ട് എൻ്റെ ഷോളല്ല സാരിയുടെ മുന്താണിയൊക്കെ തലയിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു. അപ്പച്ചേട്ടനും ആദ്യം കുട ചൂടി പിന്നാലെ വരുന്നുണ്ട്. എന്തോ ഒരു സാധനങ്ങളാണെന്നറിയോ, ഗ്രീൻ ആപ്പിൾ തൊട്ടിട്ട് ഒരു തരം ചാമ്പയ്ക്ക് എല്ലാതും ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം പരീക്ഷണത്തിന് നിന്നില്ല. ഞാൻ സ്ഥിരം കഴിക്കുന്ന പൈനാപ്പിളും മാങ്ങയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും ഒക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. ഒരു കരിക്കിൻ ജ്യൂസ് പറഞ്ഞിട്ട് ഞങ്ങൾ കരിക്കിനല്ലല്ലോ കരിമ്പീൻ ജ്യൂസ് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും ഷെയർ ചെയ്ത് കഴിച്ചു. ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ പിന്നെ ഞാൻ അന്തസ്സായിട്ട് കിടന്ന് ഉറങ്ങി കാറിൽ. കാരണം സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഉറക്കമൊക്കെ വരുമല്ലോ. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ പുളിയുള്ള സാധനം കഴിച്ചിട്ടുണ്ട്. എല്ലാതരം നമ്മുടെ ടേസ്റ്റ് ബഡ്സിനൊക്കെ നന്നായി ഉണർത്തിയിട്ടുണ്ടായിരുന്നു ഒന്ന്. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയിട്ടോ. പിന്നെ വീട്ടിൽ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. കാരണം അന്നൊരു മുടക്ക ദിവസമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ക്രിസ്മസ് ആയിരുന്നു. പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ വേണം, അത് ഞാൻ എന്തായാലും വേറെ വ്ളോഗ് ആക്കാം കേട്ടോ. അങ്ങനെ പിന്നെ അതേ പിള്ളേർ വെക്കേഷനായിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ജുബ്ബ ഞാൻ ചെയ്തതാണ് കേട്ടോ. ജുബ്ബ പുറമേ ഞാൻ മേടിച്ചതാണ് വൈറ്റ്, പക്ഷെ അതുപോലത്തെ വരച്ച് പെയിൻറ്റ് ചെയ്തതൊക്കെ ഞാനാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ പഠിച്ച സാരിയല്ല എന്തായാലും. അപ്പോൾ ഒരു റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസൊക്കെ ചെയ്തു ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സെലിനേച്ചി ക്രിസ്മസിൻ്റെ കേക്കൊക്കെ കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ വ്ളോഗ് നമുക്ക് അടുത്ത വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമുക്ക് കല്യാണ മാമാങ്കത്തിൻ്റെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ക്രിസ്മസിൻ്റെ വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.